അങ്ങനെയുള്ള ഒരാൾ അന്നുണ്ടായിട്ടുള്ള കാര്യം ഇപ്പോൾ ഉന്നയിക്കാൻ എന്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ പ്രകോപനം? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? അതിനുശേഷമുള്ള നടപടി വന്നിട്ട് താക്കീത് എന്ന് പറയുന്ന നടപടിയാണ്, ശാസന എന്ന് പറയുന്ന നടപടിയാണ്. ആ ശാസന വന്നിട്ട് 6 മാസമായി. അതിനിടയിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു. അപ്പം ഇപ്പോഴെന്താണ് പ്രകോപനം? അത് അദ്ദേഹം വ്യക്തമാക്കണം. അപ്പോൾ കൃത്യമായി പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലി കൈയായി അദ്ദേഹം അധപ്പതിച്ചിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക. ഏരിയ സെക്രട്ടറി അന്ന് എന്തിനാണ് മാറ്റിയത് എന്ന ചോദ്യത്തിന് അന്നത്തെ യോഗം, ഇതിൻ്റെ മേലെയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഹവ് കോടിയേരിയുടെ മാർഗനിർദ്ദേശം, അദ്ദേഹം തന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ നടന്ന ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം യോഗത്തിൽ നടത്തിയ നിരീക്ഷണം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മാനസിക ഐക്യം പയ്യന്നൂരിൽ നഷ്ടപ്പെട്ടു. അവിടെ സമ്മാന കൂപ്പൺ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഫണ്ട് സ്രോതസ്സായി കണ്ടിരുന്നത് സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെയാണ്. പാർട്ടി നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമ്മാന കൂപ്പൺ ഏർപ്പാട് പോലുള്ള പരിപാടി പാർട്ടി നടത്താൻ വേണ്ടി പാടില്ല എന്ന് തീരുമാനിച്ചതാണ്. കാരണം അതൊരു സാധാരണ ഫണ്ട് ശേഖരണം പോലെയല്ല, വർഷങ്ങൾ നീണ്ടു നിൽക്കും. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയൊക്കെ പല രീതിയിലും തെറ്റായ രീതിയിൽ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ യോഗത്തിൽ സഖാവ് കോടിയേരി ഈ ചോദ്യം ഉന്നയിച്ചത്. അന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞങ്ങളെ കുറ്റപ്പെടുത്തി. കണക്ക് യഥാർത്ഥത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരുന്നില്ല, ജില്ലാ സെക്രട്ടറിയുടെ മുമ്പിൽ വന്നിരുന്നില്ല. പക്ഷെ പയ്യന്നൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞിരുന്നില്ല? കണക്ക് ശരിയായ നിലയിൽ കൃത്യസമയത്ത് തയ്യാറാക്കി അവതരിപ്പിക്കാത്ത സ്ഥിതിയുണ്ട്. കോടിയേരിയുടെ നിരീക്ഷണമാണ് ഇത്. ചില സഖാക്കളെ അപകീർത്തിപ്പെടുത്താൻ അവസരമായി ഉപയോഗിക്കുന്നു. വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്ന നില തന്നെ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂരിലെ പാർട്ടിയെ തകർക്കാൻ സാധിച്ചാൽ ജില്ലയിലെ പാർട്ടിയെ ബാധിക്കും. മാധ്യമങ്ങളുടെ ഈ അജണ്ട തിരിച്ചറിയാൻ സാധിക്കണം. അച്ചടക്ക നടപടികൾ തെറ്റുതിരുത്തൽ പ്രക്രിയ മാത്രമാണ്. യോജിച്ചു പോകുന്ന നില സ്വീകരിക്കണം. നടപടി ജില്ലാ കമ്മിറ്റിയാണ് സ്വീകരിക്കേണ്ടത്. അച്ചടക്ക നടപടി എന്ന് കേൾക്കുമ്പോൾ സഖാക്കൾ തളർന്നു പോകാൻ പാടില്ല. കുടുംബത്തിലെ പ്രശ്നം പ്രയാസം തന്നെയാണ്, അത് ബന്ധപ്പെട്ടയാൾക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതിന് ശേഷം സഖാവ് കോടിയേരിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. സെക്രട്ടറി എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി, അന്നത്തെ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനായിരുന്നു. സെക്രട്ടറി പാർട്ടിയെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ആളല്ല. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റൽ മാത്രമേ വഴിയുള്ളൂ. ലോക്കൽ കമ്മിറ്റികളും ജനറൽ ബോഡികളും വിളിക്കണം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അതിൽ പങ്കെടുക്കണം. അപ്പോൾ അന്നത്തെ ചർച്ച മുഴുവൻ കേട്ടതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പറയുകയും ചെയ്തതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയത്.